സസ്യങ്ങളിലെ പ്രവർത്തനങ്ങൾ. അനേകം അത്ഭുതകരമായ ജീവൽ പ്രവർത്തനം കൊണ്ട് സമ്പുഷ്ടമാണ് സസ്യലോകം. ഒരുപക്ഷെ ഇതായിരിക്കും സസ്യങ്ങളെ ഭൂമിയുടെ ശ്വാസകോശമെന്നും ജീവികളുടെ ആശ്രയമെന്നും ജീവശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ബാഷ്പരൂപത്തിൽ സസ്യങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് സസ്യസ്വേദനം. ഇത് ക്യൂട്ടിക്കിൾ വഴിയോ ആസ്യരന്ധ്രങ്ങൾ വഴിയോ നടക്കാം. സസ്യസ്വേദന നിരക്ക് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് പ്രതിസ്വേദനങ്ങൾ. ഇലകളുടെ അരികിലുള്ള ജലരന്ധ്രങ്ങൾ വഴി ജലം തുള്ളികളായി നഷ്ടപ്പെടുന്ന രീതിയാണ് ബിന്ദുസ്രാവം. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യസ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് വൃതിവ്യാപനം. ഭൂമിയിലെ എല്ലാ ജീവികളുടെയും നിലനിൽപ്പിന് ആധാരമായ പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ പ്രതിഭാസമാണിത്. സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ലഘുപദാർത്ഥങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇലയിലെ ഹരിതകത്തിൽ വെച്ച് സങ്കീർണ പദാർത്ഥമായ അന്നജം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. മഞ്ഞ പ്രകാശത്തിൽ പ്രകാശ സംശ്ലേഷണ നിരക്ക് കുറവും ചുവന്ന പ്രകാശത്തിൽ പ്രകാശ സംശ്ലേഷണ നിരക്ക് കൂടുതലുമായിരിക്കും. ഇലകൾ സസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഇലകൾ. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇലയിൽ വെച്ചായതിനാൽ ഇലയെ പ്രകാശ സംശ്ലേഷണ അവയവം എന്ന് വിളിക്കുന്നു. ഇലയുടെ മുകൾ വശത്തും അടിവശത്തും ഓരോ പാളി ഉപരിവൃതിയുണ്ട്. ഈ ഭാഗം ക്യൂട്ടിക്കിൾ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. പ്രകാശ സംശ്ലേഷണം മുഖ്യമായും പാലിസേഡ് കലയിലാണ് നടക്കുന്നത്. കോശാന്തര സ്ഥലത്തുള്ള വായു അറകൾ സൂക്ഷ്മമായ സുഷിരങ്ങൾ മുഖാന്തരം പുറത്ത് അന്തരീക്ഷത്തിലേക്ക് തുറക്കപ്പെടുന്നു. ഈ സൂക്ഷ്മമായ സുഷിരങ്ങളെ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നു. ഓരോ ആസ്യരന്ധ്രത്തിന് ഇരുവശത്തും അമരവിത്തിന്റെ ആകൃതിയിലുള്ള ഓരോ കോശം വീതം കാണാവുന്നതാണ്. ഇവയെ കാവൽ കോശങ്ങൾ എന്ന് വിളിക്കുന്നു. ഔഷധ സസ്യങ്ങൾ സസ്യലോകത്തിലെ വൈവിധ്യത്തിന് ഉത്തമ ഉദാഹരണമാണ് ഔഷധ സസ്യങ്ങൾ. ഈ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പൗരാണിക ഭാരതത്തിലെ ഭിഷഗ്വരന്മാർ ആയുർവേദത്തെ ഇന്ത്യയുടെ പൈതൃകമാക്കി മാറ്റിയത്. ശവന്നാരി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന വിൻഗിസ്റ്റിൻ രക്താർബുദത്തിന്റെ ചികിത്സയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു. മലമ്പനിക്ക് ഉപയോഗിക്കുന്ന ഔഷധമായ കിനൈൻ നിർമ്മിക്കുന്നത് സിങ്കോണ എന്ന സസ്യത്തിൽ നിന്നാണ്. രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന റിസർപ്പിൻ എന്ന ഔഷധം നിർമ്മിക്കുന്നത് സർപ്പഗന്ധി എന്ന സസ്യത്തിൽ നിന്നാണ്. ഹൃദ്രോഗങ്ങൾക്ക് സർപ്പഗന്ധിയുടെ വേരുകൾ ഉപയോഗിക്കുന്നു. ആടലോടകത്തിൽ നിന്നും വാസിസൈൻ എന്നു പേരുള്ള ഒരു ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു. ഇവ രക്തപിത്ത വികാരങ്ങളെ ശമിപ്പിക്കുന്നു. വംശപാരമ്പര്യവും വ്യതിയാനവും. വംശപാരമ്പര്യത്തെയും സന്താനങ്ങളിൽ ദൃശ്യമാകുന്ന വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ജീവശാസ്ത്ര ശാഖയാണ് ജനിതകശാസ്ത്രം. ജനിതകശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ ആണ്. വ്യത്യസ്തങ്ങളായ രണ്ട് മാതൃ-പിതൃ ജീവികളെ തമ്മിൽ സങ്കരണം നടത്തുന്നതിന് വർഗസങ്കരണം എന്ന് പറയുന്നു. പാരമ്പര്യ സ്വഭാവവാഹകർ ജീനുകളാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വാൾട്ടർ എസ് സട്ടൻ. സസ്യലോകത്തിലെ പൊതുവിവരങ്ങളിലേക്ക്. പുല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് അഗ്രസ്റ്റോളജി. വേര് വലിച്ചെടുക്കുന്ന ജലം കാണ്ഡത്തിൽ കൂടി ഇലയിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്ന കോശങ്ങൾ സൈലം കുഴലുകൾ. കേരളത്തിലെ രണ്ട് പ്രാകൃത വനങ്ങളാണ് അഗസ്ത്യാർകൂടം, സൈലന്റ് വാലി. ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷകമാണ് മാംസ്യം. കേരളത്തിലെ കശുവണ്ടിയുടെ കേന്ദ്രമായി കണക്കാക്കുന്ന ജില്ലയാണ് കൊല്ലം. ഔഷധമായി ഉപയോഗിക്കപ്പെടുന്ന രണ്ട് സസ്യ എണ്ണകൾ ആവണക്കെണ്ണ, കടുകെണ്ണ. ഇരുട്ടിൽ ജീവിക്കുന്ന സസ്യങ്ങളെ പൊതുവെ പറയുന്ന പേരെന്ത്? സ്കോട്ടോഫൈറ്റുകൾ. സസ്യങ്ങളിൽ വളർച്ചയെ തടയുന്ന ഹോർമോൺ ഏത്? അബിസസിക് ആസിഡ്. കൃത്രിമമായി നിർമ്മിക്കുന്ന ഒരു സസ്യ ഹോർമോൺ ഏത്? ഹോർട്ടോമോൺ. സസ്യകോശഭിത്തിക്ക് കട്ടി നൽകുന്ന വസ്തുവാണ് സെല്ലുലോസ്. സസ്യത്തിന്റെയും ജന്തുവിന്റെയും ഗുണങ്ങളുള്ള ഒരു ജീവി ഏത്? യുഗ്ലീന. സമുദ്രോപരിതലത്തിൽ നിന്നും എത്ര ആഴത്തിൽ വരെ സസ്യങ്ങൾ വളരുന്നു? 200 മീറ്റർ. പരാദങ്ങളായ ആൽഗകൾ ഏവ? സഫാല്യൂറസ്. നാരുവേര് പടലമുള്ള ഒരു സസ്യം? നെല്ല്. നെൽച്ചെടിയുടെ ശാസ്ത്രീയ നാമം?
ഒറൈസ സച്ചൈവ. പൂർണ്ണപരാഗ സസ്യത്തിന് ഒരു ഉദാഹരണം മൂടില്ലത്താളി. കാണ്ഡം മുറിച്ചു നട്ടു അലൈംഗിക പ്രജനനം നടക്കുന്ന ഒരു ചെടി മരച്ചീനി. സംയുക്ത ഫലങ്ങൾക്ക് ഒരു ഉദാഹരണം ചക്ക. സ്പെർമോളജി എന്നാൽ എന്ത്? വിത്തുകളെക്കുറിച്ചുള്ള പഠനം. ഏറ്റവും പ്രായമുള്ള വൃക്ഷം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗയയിൽ. കാണ്ഡത്തിന്റെയും വേരിന്റെയും വളരുന്ന അഗ്രങ്ങൾ മെരിസ്റ്റമുകൾ. കുടസസ്യങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഏകകോശ ഹരിതക ആൽഗകളെ അസറ്റാബുലേറിയ എന്നറിയപ്പെടുന്നു. ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും വിത്തുകൾ ഉണ്ടാകാത്ത ഒരു സസ്യമാണ് വാഴ. എഫ്രിഡ്ര എന്ന സസ്യത്തിൽ നിന്നും ആസ്മ രോഗത്തിന് നിർമ്മിക്കുന്ന ഔഷധമാണ് എഫ്രിഡ്രിൻ. സസ്യങ്ങൾക്ക് ജീവിത വികാരങ്ങൾ തുടങ്ങിയവ ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാര്? ജഗദീഷ് ചന്ദ്ര ബോസ്. കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു സസ്യം കരിമ്പ്. നൈട്രജൻ ഏത് രൂപത്തിലാണ് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നത്? നൈട്രേറ്റുകൾ. കോശങ്ങൾ അന്യവസ്തുക്കളെ കോശശരീരത്തിനുള്ളിൽ കടത്തിവിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഫാഗോസൈറ്റോസിസ്. ഏകകോശ ജന്തുവായ യുഗ്ലീനയുടെ സവിശേഷത എന്ത്? ഹരിതകം കാണുന്നു. ഇലകളോടൊപ്പം ശാഖകളും കൊഴിക്കുന്ന ഒരു വൃക്ഷം റെഡ്വുഡ് മരങ്ങൾ. കുളത്തിലെ സിൽക്ക് എന്നറിയപ്പെടുന്ന സസ്യമേത്? സ്പൈറോഗൈറ. ഒരിക്കലും വിടരാതെ മുകുളാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്ന പുഷ്പങ്ങളെ എന്തു പേർ പറയുന്നു? ക്ലിസ്റ്റോഗാമസ്. നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലക്നൗ. ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കുന്നത് ഏതു മരത്തിന്റെ തടി ഉപയോഗിച്ചാണ്? വില്ലോ. ലോക വിസ്തീർണത്തിന്റെ ഏകദേശം എത്ര ശതമാനം സ്ഥലം കൃഷിക്കായി ഉപയോഗിക്കുന്നു? 21%. ദ്വിബീജ പത്രസസ്യങ്ങൾക്ക് 2 ഉദാഹരണം മാവ്, പ്ലാവ്. ഒരു സസ്യകോശത്തിന്റെ ജീവനില്ലാത്ത ഭാഗം കോശഭിത്തി. വളരെ വേഗം വളരുന്ന സസ്യം മുള. ഇലയുടെ ഏറ്റവും പുറമേ കാണുന്ന നേരിയ പാടയാണ് ക്യൂട്ടിക്കിൾ. ഇലയിൽ ഏറ്റവും കൂടുതൽ ഹരിതകം കാണുന്ന കലയാണ് പാലിസേഡ് കല. ഇലകളിൽ ആസ്യാരന്ധ്രങ്ങളില്ലാത്ത ഒരു സസ്യമാണ് വാലിസ്റ്റേറിയ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമാണ് മഗ്നീഷ്യം. സസ്യവളർച്ച അളക്കുന്നതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. കണ്ണുരോഗ വിദഗ്ധരാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഔഷധമായ അട്രോപൈൻ വിതരണം ചെയ്യുന്ന സസ്യമാണ് അട്രോപ്പോ ബെല്ലഡോണ. ചുവന്ന പ്രകാശത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. സ്വാതന്ത്ര്യം, പ്രതീക്ഷ, പരിശുദ്ധി, ചിട്ട എന്നിവയുടെ പ്രതീകമായി പുരാതന ഗ്രീക്കുകാർ കരുതുന്ന മരം ഏത്? ഒലിവ്. വിത്തുകളില്ലാത്ത സസ്യങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരേത്? ക്രിപ്റ്റോഗാമുകൾ. സസ്യങ്ങൾ ഏത് പ്രവർത്തനം നടക്കുന്നതിന്റെ ഫലമായി ആഹാരം തയ്യാറാക്കപ്പെടുന്നു? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. അനിമോഫിലി എന്നാൽ എന്ത്? കാറ്റ് മുഖാന്തരമുള്ള പരാഗണം. ഷഡ്പദങ്ങളുടെ സഹായത്തോടെയുള്ള പരാഗണത്തിന് പറയുന്ന പേരെന്ത്? എൻഡോഫാമിലി. പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹീലിയോഫൈറ്റുകൾ. കരോട്ടിൻ എന്ന വസ്തുവിന്റെ നിറമെന്ത്? മഞ്ഞ. സസ്യകോശത്തിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കോശാംഗമാണ് നേറ്റം. ഒരു പൂവിലെ സ്ത്രീലൈംഗിക അവയവം ഏത്? ജനി. അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ ഫംഗസ് ഏത്? ടീനിയ പെഡിസ്. അഗാരിക്കസിന് പൊതുവായി പറയുന്ന പേരെന്ത്? കോൺ. മണലാരണ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? മരുരൂഹങ്ങൾ. സർപ്പഗന്ധിയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന ഔഷധമേത്? റിസർപ്പിൻ. ഏത് സസ്യത്തിൽ നിന്നുമാണ് മാർഗറിൻ നിർമ്മിക്കപ്പെടുന്നത്? ചോളം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യമേത്? നെല്ല്. തേയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത്? തേയിൻ. പരുത്തിയുടെ കായ്കളിൽ നിന്നെടുക്കുന്ന പഞ്ഞി ഏത് സസ്യകോശ പദാർത്ഥം?